Hello dear students, next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് അസോസിയേഷൻ റൂൾ മൈനിങ്. അസോസിയേഷൻ റൂൾ മൈനിങ് മീൻസ് നമുക്കൊരു ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ് തരും. ആ ഗിവൺ ഡേറ്റ സെറ്റിൽ ഐറ്റംസിനിടയ്ക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദെൻ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ റൂളായിട്ട് ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്. ദെൻ നമ്മൾ ഈ റൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം രണ്ട് ഐറ്റംസാണ് എ ബി. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ആൻഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളൊരു ഗിവൺ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ വാങ്ങുന്ന ആൾ ആൻറ്റിവൈറസും കൂടെ വാങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടർ ആൻറ്റിവൈറസ് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സോ കമ്പ്യൂട്ടർ ടെൻസ് ടു ആൻറ്റിവൈറസിന് റൂൾ നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൂൾ ജനറേറ്റ് ചെയ്യുമ്പോൾ റൂളിൻ്റെ ഇൻട്രസ്റ്റ്നെസ് അല്ലെങ്കിൽ റൂൾ എത്രമാത്രം പെർഫെക്റ്റ് ആക്യുറേറ്റ് ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ ആ സപ്പോർട്ടും കോൺഫിഡൻസ് നമ്മൾ പെർസെൻറ്റേജിൻ്റെ ബേസിസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓവറോൾ ട്രാൻസാക്ഷൻസ് എടുക്കുമ്പോൾ എത്ര പേരാണോ ഈ പറഞ്ഞ എ ടെൻസ് ടു ബി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെൻസ് ടു ആൻറ്റിവൈറസ് ബേസിസ്ഡ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്, ആ ഒരു പെർസെൻറ്റേജിനെയാണ് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ നമുക്കിപ്പം എത്ര കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതിൽ എത്ര പേര് എ ടെൻസ് ടു ബീനെ ബേസ് ചെയ്തിട്ട് ആ റൂളിനെ ബേസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2% എന്ന് പറയുമ്പോൾ ഓവറോൾ കസ്റ്റമേഴ്സിൽ 2% കമ്പ്യൂട്ടറിനോടൊപ്പം ആൻറ്റിവൈറസും വാങ്ങി. ഇനി കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എത്ര പേര് വാങ്ങിയിട്ടുണ്ട് അതിൽ എത്ര പേര് ആൻറ്റിവൈറസും കൂടെ വാങ്ങിയിട്ടുണ്ട്, അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 60% കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ വാങ്ങിയവരിൽ 60% ആൾക്കാരും ആൻറ്റിവൈറസും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെഷേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് റൂളിൻ്റെ ഇൻട്രസ്റ്റ്നെസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ 2 മെഷേഴ്സ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ റൂൾ ഇൻട്രസ്റ്റ്നെസ്. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ടും കോൺഫിഡൻസ് എന്താണെന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും എഴുതണം. ഇനി ഇവിടുത്തെ സം ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഐ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഐറ്റംസ്, ദെൻ ഡി ഇസ് എ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, ദെൻ ഓരോ ട്രാൻസാക്ഷനും ഒരു ഐ ഡി ഉണ്ടായിരിക്കും. ദെൻ എ ടെൻസ് ടു ബി എന്നാണ് നമ്മൾ റൂളിനെ മെഷർ ചെയ്യുന്നത്, റൂളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് മെഷേഴ്സാണ് സപ്പോർട്ട് എസ് ആൻഡ് കോൺഫിഡൻസ് സി. അപ്പോൾ സപ്പോർട്ടിന് നമ്മൾ എ ടെൻസ് ടു ബി എന്ന് പറയുന്ന പ്രോബബിലിറ്റീൻ്റെ ടേംസിൽ പറയുമ്പം എ യൂണിയൻ ബി, അതായത് ഓവറോൾ ട്രാൻസാക്ഷൻസിൽ എയും ബിയും ഉള്ളത് എത്ര. ദെൻ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഓവറോൾ ട്രാൻസാക്ഷൻസ് എടുക്കുമ്പോൾ അതിൽ ബി എത്രയുണ്ട്, എ എത്രയുണ്ട്, അതിൽ എവിടെ ബി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺഫിഡൻസും സപ്പോർട്ടും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻസ് പ്രോബബിലിറ്റീൻ്റെ ബേസിസിലും എഴുതണം, ദെൻ എക്സാമ്പിളും എഴുതണം. ദെൻ ഒരു ഐറ്റത്തിൽ എത്ര ഐറ്റംസ് ഉണ്ടോ, ഒരു സെറ്റ് ഓഫ് ഐറ്റംസിനാണ് നമ്മൾ ഐറ്റം സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഐറ്റം സെറ്റിൽ കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് കെ ഐറ്റംസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഒരു ഐറ്റം സെറ്റിൽ 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ 3 ഐറ്റം സെറ്റ് എന്ന് പറയും. ഇനി നമ്മുടെ ഓവറോൾ ട്രാൻസാക്ഷൻസിൽ ഈ പറഞ്ഞ ഐറ്റം സെറ്റ് എത്ര ടൈം വന്നിട്ടുണ്ടോ, ഫോർ എക്സാമ്പിൾ I1 I2 എന്ന് 2 ഐറ്റംസ് ആണെങ്കിൽ ഈ ട്രാൻസാക്ഷൻസിൽ I1 I2 5 ടൈംസ് ആണ് വന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നതൊക്കെ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസിലെല്ലാം നമ്മളൊരു മിനിമം വാല്യൂ സെറ്റ് ചെയ്യും. സപ്പോർട്ടിൻ്റെ കേസിലായാലും കോൺഫിഡൻസിൻ്റെ കേസിലും ഒരു മിനിമം ത്രെഷോൾഡ് വാല്യൂ കാണും. അതായത് നമ്മൾ ഓവറോൾ ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കുമ്പം കൗണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് കൗണ്ട് ഫ്രീക്വൻസി 5 എബോ ആയിരിക്കണം, 6 എബോ ആയിരിക്കണം, അങ്ങനെ ഒരു മിനിമം വാല്യൂ കാണും. ആ മിനിമം വാല്യൂവിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ റൂളിനെ നമ്മൾ പെർമിഷൻ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ, അതായത് നമുക്കൊരു ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ തമ്മിൽ അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ റൂൾ ജനറേറ്റ് ചെയ്യണമെന്നുള്ളത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. ഫ്രീക്വൻ്റായിട്ട് വരുന്ന ഐറ്റംസ്, അതായത് എയുടെ കൂടെ ബിയും വാങ്ങും, അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് വരുന്ന ഐറ്റം സെറ്റിനെ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ അതിന് ബേസ് ചെയ്ത് സ്ട്രോങ് അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റിനെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 അൽഗോരിതംസ് ആണ്. എപ്രയോറി അൽഗോരിതവും ഉണ്ട്, ദെൻ FP ഗ്രോത്ത് അൽഗോരിതവും ഉണ്ട്. അപ്പോൾ എപ്രയോറി അൽഗോരിതം എന്ന് പറയുന്ന പേര് വരാൻ കാര്യം ഇവിടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ പ്രയോർ നോളജ് യൂസ് ചെയ്യും. ദെൻ ഇവിടെ ഒരു എപ്രയോറി പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എപ്രയോറി പ്രോപ്പർട്ടി മീൻ ചെയ്യുന്നത് ഒരു സെറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ all non-empty subsets of a frequent item set must also be frequent. ഒരു സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റ്സ് എല്ലാം എന്തായാലും ഫ്രീക്വൻ്റ് ആയിരിക്കും. ഇനി നമ്മളൊരു സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കത്തില്ല, അതൊരിക്കലും ഫ്രീക്വൻറ്റും ആയിരിക്കത്തില്ല.
സോ ഈ എപ്രിയോറി പ്രോപ്പർട്ടി നമ്മൾ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എപ്രിയോറി അൽഗോരിതം എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജോയിനിങ് നടക്കും, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൂൺ സ്റ്റെപ്പ് പെർഫോം ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നമുക്കൊരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ കസ്റ്റമറിനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അവർ വാങ്ങിയിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് ഓരോ റോ വൈസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ജോയിൻ സ്റ്റെപ്പിൽ നമ്മൾ L1 L2 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാം. L1 അല്ലെങ്കിൽ LK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ LKയിൽ കുറേ സെറ്റ് ഓഫ് ഐറ്റംസ് സെറ്റ് കാണും. അതെല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കും. അതിനകത്ത് K ഐറ്റംസ് ആയിരിക്കും. അതായത് L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് I1 I2 അല്ലെങ്കിൽ I3 I4 എന്ന് പറഞ്ഞ് കുറേ സെറ്റ് ഓഫ് ഐറ്റംസ് കുറേ സെറ്റ് കാണും. അതെല്ലാം ഫ്രീക്വൻറ്റും ആയിരിക്കും. അതിനകത്തെല്ലാം 2 ഐറ്റംസും ആയിരിക്കും. ഒന്നുകൂടെ പറയും, LK മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്, K ഐറ്റം സെറ്റ്. L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റാണ്. ആ സെറ്റിനകത്ത് കുറേ സെറ്റ് കാണും. ആ സെറ്റിലുള്ള ഐറ്റംസ് എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കും. ദെൻ അതിൽ 3 ഐറ്റംസ് വെച്ചിട്ടായിരിക്കും കാണുന്നത്. മനസ്സിലായോ? L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഐറ്റംസ് വെച്ചിട്ടുള്ള കുറേ സെറ്റുകളായിരിക്കും L3യിലുള്ളത്. അതെല്ലാം ഫ്രീക്വൻറ്റും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ LK നമ്മൾ കണ്ടുപിടിക്കുന്നത് LK-1 ഇൻറ്റു ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും ഇൻറ്റു LK-1 ആയിരിക്കും. അപ്പോൾ LK-1ഉം LK-2 ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നമ്മൾ ആദ്യമേ ഒരു സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും CK. ആ CKയിൽ നിന്ന് പ്രൂൺ സ്റ്റെപ്പ് വഴിയായിരിക്കും നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നത്, LKയിലോട്ട് ഐറ്റംസിനെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൂൺ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. സൈസ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് ആ ഒരു കേസിലാണ് അപ്രിയോറി പ്രോപ്പർട്ടി നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മളിവിടെ L1 ജനറേറ്റ് ചെയ്യണം. L1 ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം C1 കണ്ടുപിടിക്കണം. C1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻസിനകത്തുള്ള ഓരോ സെറ്റും I1 to I5 ആണ്. അതിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഡേറ്റാബേസ് നമ്മൾ ഫുൾ സ്കാൻ ചെയ്യേണ്ടി വരും. കൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു മിനിമം കൗണ്ട് ഇവിടെ പറയുന്നുണ്ട് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 എബോ അല്ലെങ്കിൽ ഈക്വലുള്ളതിനെയെല്ലാം നമ്മൾ L1 കൊണ്ടുപോയി. ഇനി നമുക്ക് L2 കണ്ടുപിടിക്കുന്നത് L1 ഇൻറ്റു L1 വെച്ചിട്ടായിരിക്കും നമ്മൾ C2 കണ്ടുപിടിക്കുന്നത്. ആ C2ൽ നിന്നായിരിക്കും നമ്മൾ L2 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ C2 കണ്ടുപിടിക്കുമ്പം L1ഉം L1ഉം തമ്മിൽ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. 2 പേരെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ ഇപ്പം നമുക്ക് L2 ഇപ്പം 5 ഐറ്റംസ് ഉള്ള 2 സെറ്റാണെങ്കിൽ അതിന് ജോയിൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിൽ ആദ്യത്തെ 4 ഐറ്റംസും 2 സെറ്റിലും ഈക്വൽ ആയിരിക്കണം. 5ാമത്തെ ഐറ്റം ആയിരിക്കണം ഡിഫറെൻറ്റ്. മനസ്സിലായോ? 5 ഐറ്റംസ് ഉള്ള 2 പേരെ ജോയിൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിൽ ആദ്യത്തെ 4 ഐറ്റംസും സെയിം ആയിരിക്കണം. 5th വൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം. സോ 4 ഐറ്റംസ് അതുപോലെ എഴുതി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 5th ഐറ്റംസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നമുക്കൊരു കാൻഡിഡേറ്റ് സെറ്റ് കിട്ടി. ദെൻ കാൻഡിഡേറ്റ് സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രൂൺ സ്റ്റെപ്പ് പെർഫോം ചെയ്യും. പ്രൂൺ സ്റ്റെപ്പ് പെർഫോം ചെയ്യാൻ മീൻസ് നമ്മൾ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് പ്രീവിയസ് നമ്മുടെ LKക്കകത്ത് ഇല്ല എങ്കിൽ, പ്രീവിയസ് LKക്കകത്ത് ഇല്ല മീൻസ് ഫ്രീക്വൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ C2ൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിലേത് സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഇതിനകത്ത് അതിൻ്റെ സബ്സെറ്റ് എല്ലാം ഫ്രീക്വൻ്റ് ആണ്. അതായത് L1-നകത്തുണ്ട്. സോ അതിനെല്ലാം നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൗണ്ട് കണ്ടുപിടിച്ച് ആ കൗണ്ട് മിനിമം കൗണ്ടുമായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇത്രയും മാത്രം L2-നകത്തോട്ട് കൊണ്ടുപോയി. ഇനി നമുക്ക് L3 കണ്ടുപിടിക്കണമെങ്കിൽ L2 ഇൻറ്റു L2 വെച്ചിട്ട് ആദ്യം C2 കണ്ടുപിടിക്കും. ആ C3 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത്രയും സെറ്റാണ് C3യിൽ കിട്ടുന്നത്. ഇത്രയും കിട്ടും. പക്ഷേ അതിൽ നമ്മൾ ആദ്യത്തെ 2 പേരെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. കാരണം ഈ ബാക്കി 4 C3യിലെ ഐറ്റംസിലും ഇപ്പോൾ ഇതെടുത്ത് നോക്കിയാൽ I3 I5 അല്ലെങ്കിൽ I3 I4 അതൊന്നും എവിടെ കാണില്ല, അതൊന്നും പ്രീവിയസ് ആയിട്ടുള്ള L2യിൽ കാണത്തില്ല, പ്രീവിയസ് വാല്യൂവിനകത്ത് കാണത്തില്ല, പ്രീവിയസ് L2-നകത്ത് കാണത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഈ C3 കണ്ടുപിടിക്കുന്ന 6 കാൻഡിഡേറ്റ്സ് കിട്ടുമെങ്കിലും അതിൽ 2 എണ്ണത്തിന് മാത്രമേ നമ്മൾ എടുക്കൂ. ബാക്കിയുള്ള ഓരോ സെറ്റും എടുക്കുമ്പോൾ അതിൻ്റെ സബ്സെറ്റ് ഫ്രീക്വൻ്റ് അല്ലായിരുന്നത് കൊണ്ടാണ്, പ്രയർ നോളജാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ C3 കിട്ടി. C3യിൽ അതിൻ്റെ കൗണ്ട് എടുത്തിട്ട് തന്നെ എന്താ L3
ജനറേറ്റ് ചെയ്യും. ദെൻ L4 ജനറേറ്റ് ചെയ്യാൻ നോക്കും. L4 ജനറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിവിടെ C4 I1 I2 I3 I5 ആണ് കിട്ടുന്നത്. C4 നമുക്ക് I1 I2 I3 I4 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സെറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതെവിടെ കാണത്തില്ല, L3 കാണത്തില്ല. അതായത് ഈ ഒരു സെറ്റ് എടുത്ത് നോക്കുമ്പോൾ C4 വന്നതിൽ ഇതിൻ്റെ നമ്മൾ സബ്സെറ്റ് എടുത്ത് നോക്കുമ്പോൾ അതെവിടെ കാണത്തില്ല, ഫ്രീക്വൻസിയിൽ കാണത്തില്ല. സോ ഇതിനെ നമ്മൾ കൺസ്ട്രെയിത്തിൽ L2 കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ അൽഗോരിതമാണ്. അത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യും. അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റൂൾ തന്നേക്കും, റൂൾ ജനറേറ്റ് ചെയ്യും. ആ റൂളിൻ്റെ എല്ലാം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നോൺ എം ടി സബ്സെറ്റ്സ് കണ്ടുപിടിക്കണം. ദെൻ ഓരോന്നായിട്ട് എഴുതണം. ഓരോന്നായിട്ട് എഴുതുമ്പോൾ ആ ഓരോ സെറ്റ് എഴുതുക. ദെൻ മെയിൻ സെറ്റിൽ ഉള്ളതും ഈ സബ്സെറ്റിൽ ഇല്ലാത്ത ആളെയായിരിക്കും നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നത്. ഇപ്പോൾ I1 I2 എടുക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ സെറ്റിലുള്ളത് I1 I2 I5 ആണ്. അപ്പോൾ ഇതിലില്ലാത്തതും ഇതിലുള്ള ആളായത് I5. സോ ടെൻസ് ടു I5 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിൻ്റെ റൂൾസ് എഴുതുന്നത്. റൂൾസ് എഴുതിയിട്ട് കോൺഫറൻസ് കണ്ടുപിടിക്കണം. കോൺഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് I1 I2, അതായത് എത്ര ട്രാൻസാക്ഷനിലാണോ I1 I2 ഉള്ളത്, ദെൻ അതിൽ എത്ര എണ്ണത്തിലാണോ I1 I2 I5 ഉള്ളത് എന്നുള്ള രീതിയിലാണ് കോൺഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ കോൺഫറൻസാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ I5 ഉള്ള എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്, ദെൻ I5ൻ്റെ കൂടെ I2 I3 I1 I2 കൊണ്ടുള്ള എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ കോൺഫറൻസ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു മിനിമം വാല്യൂ ഉണ്ട്. ആ മിനിമം വാല്യൂവിന് ഈക്വൽ എബോ ഉള്ള കോൺഫറൻസ് ആയിരിക്കും. കോൺഫറൻസ് ഉള്ളതിനെല്ലാം നമ്മൾ സ്ട്രോങ് റൂൾസായിട്ട് നോക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് FP ഗ്രോത്ത് അൽഗോരിതം. FP ഗ്രോത്ത് അൽഗോരിതം നമ്മൾ FP ട്രീ കൺസ്ട്രക്ട് ചെയ്യും. FP ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ഫസ്റ്റ് നമ്മുടെ ഐറ്റംസിനെ എല്ലാം അതിൻ്റെ കൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഡിക്രീസിങ് ഓർഡറിൽ എഴുതും. ദെൻ നമ്മൾ ഈ ഓരോ ട്രാൻസാക്ഷൻസിനെയും ഈ കൗണ്ടിൻ്റെ ബേസിസിൽ, അതായത് ഈ കൗണ്ടിൻ്റെ ബേസിസിലൊന്ന് എഴുതും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ I1 I2 I5 ആണെങ്കിൽ നമ്മൾ ഈ കൗണ്ടിൻ്റെ ബേസിസിൽ I2 I1 I5 എന്ന് എഴുതും. ദെൻ നമ്മൾ ആ ഓരോന്നിനെ റീറൈറ്റ് ചെയ്ത് എഴുതിയിട്ട് അതിൽ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് നമ്മുടെ ഈ നള്ളുമായിട്ട്, അത് ആദ്യം ഒരു നൾ നോഡ് കൺസ്ട്രക്ട് ചെയ്യും. ആദ്യത്തെ ആൾ ഓരോ ട്രാൻസാക്ഷനെ നമ്മൾ ഈ കൗണ്ടിൻ്റെ ബേസിസിലൊന്ന് റീറൈറ്റ് എഴുതിയാൽ അതിൽ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് നമ്മുടെ ഈ നള്ളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളായിരിക്കണം. ദെൻ അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് എഴുതും. അപ്പോൾ നമ്മൾ ഓരോ തവണ എഴുതുമ്പോൾ ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യേണ്ട, അതിൻ്റെ കൗണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐറ്റംസിനെല്ലാം അതിനെ ഡിക്രീസിങ് ഓർഡറിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ആദ്യം ഏറ്റവും കുറഞ്ഞ കൗണ്ട് എന്ന് പറയുന്നത് I5-നായിരിക്കും. അപ്പോൾ ആ ലോവസ്റ്റ് കൗണ്ടുള്ള ആളുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ആദ്യം I5 ആ ട്രീ നോക്കി I5 റീച്ച് ചെയ്യുന്ന പാത്ത് എഴുതണം. അതുപോലെ I4 I3 I1 റീച്ച് ചെയ്യുന്ന പാത്ത് എഴുതണം. ഓക്കെ, പാത്ത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് I2 I1 വഴി I5-ലെത്താം, I2 I1 I3 വഴി I5-ലെത്താം. അപ്പം ഓരോ പാത്ത് വഴി നമ്മൾ ഈ I5-ലെത്തുമ്പോൾ അത് എത്ര ടൈംസ് ആ പാത്തിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെന്നൊന്നും കൂടെ കൗണ്ടാക്കി എഴുതുന്നത്. ഓക്കെ, ദെൻ അതിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് എഴുതും, ഈ കണ്ടീഷണൽ FP ട്രീ എഴുതും. ഈ കേസിൽ നമ്മൾ റൈറ്റ് സബ്ട്രീയും ലെഫ്റ്റ് സബ്ട്രീ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ചെയ്തിടണം. ദെൻ വീണ്ടും അതിനകത്ത് നിന്ന് ഫ്രീക്വൻറ്റ് പാറ്റേൺസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലാസ്റ്റ് ഫ്രീക്വൻറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ള ഇത് രണ്ടുമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിനെ സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് നമ്മൾ കോൺഫറൻസിനെ ബേസ് ചെയ്തായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൽഗോരിതംസും പ്രോബ്ലംസും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ കിട്ടും. ദെൻ ക്ലസ്റ്റർ അനാലിസിസ്. ക്ലസ്റ്ററിങ് മീൻസ് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് തരും. അതിലെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കി സെറ്റ് ചെയ്തതിനാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലസ്റ്റേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. ദെൻ ക്ലസ്റ്ററിങ്ങിൽ ഡേറ്റേനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഡേറ്റ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലസ്റ്റേഴ്സിലെ ഡേറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ക്ലസ്റ്ററിലെ ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരു ടപ്പിൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഓരോ ടപ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ടപ്പിൾസിനകത്ത് ഓരോന്നിൻ്റെയും ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വേരിയബിൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക.
നെക്സ്റ്റ് എന്ന് പറയുന്നത് റോ വൈസും കോളം വൈസും നമ്മൾ യൂസ് ചെയ്യുന്ന ടപ്പിൾസ് ആയിരിക്കും. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡയഗണലി വാല്യൂസ് എല്ലാം സീറോസ് ആയിരിക്കും. അല്ലാത്ത കേസിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ദെൻ ഡിഫറെൻറ്റ് ക്ലസ്റ്ററിങ് മെത്തേഡ്സ്. പാർട്ടീഷനിങ് മെത്തേഡ് ഉണ്ട്, ദെൻ ഹൈറാർക്കിക്കൽ മെത്തേഡ് ഉണ്ട്, ഡെൻസിറ്റി, ഗ്രിഡ് ബേസ്ഡ് ആൻഡ് മോഡൽ ബേസ്ഡ്. അതിൽ ഫസ്റ്റ് വൺ കെ മീൻസ് മെത്തേഡ്. കെ മീൻസ് മെത്തേഡിൽ നമുക്ക് തന്നേക്കുന്ന ഡേറ്റ ഐറ്റംസിൽ നിന്ന് കെ ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുക, അതായിരിക്കും ക്ലസ്റ്റർ മീൻ. ദെൻ റിമൈനിങ് ഒബ്ജക്ട്സ് എല്ലാം എടുത്തിട്ട് അത് ഏത് ക്ലസ്റ്റർ മീനുമായിട്ടാണോ സിമിലർ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ക്ലസ്റ്ററും എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ക്ലസ്റ്റർ മീൻ കണ്ടുപിടിക്കണം. ക്ലസ്റ്റർ മീൻ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് വരാം. ആ ചേഞ്ചസ് അനുസരിച്ച് വീണ്ടും നമ്മുടെ റിമൈനിങ് ഒബ്ജക്ട്സിനെല്ലാം ഏതാണോ ക്ലോസ് ആയിട്ടുള്ള ആ ക്ലസ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. ദെൻ നെക്സ്റ്റ് കെ മെഡോയിഡ് ഒബ്ജക്ട്സിൽ ഇതുപോലെ തന്നെയാണ്. കെ മെഡോയിഡിൽ നമ്മൾ റാൻഡമായിട്ട് കെ ഒബ്ജക്ട്സിനെ കണ്ടുപിടിക്കും, അതായിരിക്കും മെഡോയിഡ്. ദെൻ റിമൈനിങ് ഒബ്ജക്ട്സ് ഏത് മെഡോയിഡായിട്ടാണ് ക്ലോസ് ആയിട്ടുള്ള അതിനെ ഉള്ളിലോട്ട് നമ്മൾ ആ ഒബ്ജക്ട്സിനെ ആ ക്ലസ്റ്ററിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് പോകും. ഇനി ഇവിടെ കെ മെഡോയിഡിൽ 4 കേസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ കെ മെഡോയിഡ് സെലക്ട് ചെയ്ത് ക്ലസ്റ്റർ ആക്കി കഴിഞ്ഞാൽ മെഡോയിഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഒ ജെ എന്ന് പറഞ്ഞൊരു മെഡോയിഡ് ആയിരുന്നു, പി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഒ ജെ ആയിട്ടായിരുന്നു ക്ലോസ്. ഇനി ഒ ജെനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഓ റാൻഡം ആക്കി കഴിഞ്ഞു, വേറൊരു മെഡോയിഡ് സെലക്ട് ചെയ്തു. വേറെ മെഡോയിഡ് സെലക്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ പി എന്ന് പറയുന്നത് ചിലപ്പം ഓ റാൻഡം ആയിട്ടായിരിക്കത്തില്ല, ഒ ജെ ആയിട്ടായിരിക്കും, ഒ ഐ യു ആയിട്ടായിരിക്കും ക്ലോസ്. അതായത് വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിലെ മെഡോയിഡ് ആയിട്ടാണ് ക്ലോസ് എങ്കിൽ പീനെ നമ്മൾ റീഅസൈൻ ചെയ്യുന്നത് ഒ ഐയിലോട്ടായിരിക്കും. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒ ജെ റീപ്ലേസ് ചെയ്ത് ഓ റാൻഡം ആക്കി, അപ്പോൾ പി എന്ന് പറയുന്നത് ഓ റാൻഡത്തിലോട്ടാണ് ക്ലോസ്. സോ എന്താ, പീനെ ആ സെയിം ക്ലസ്റ്ററിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഫസ്റ്റ് കേസിൽ ആ പി ഇരുന്ന ക്ലസ്റ്ററിലായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിലെ മെഡോയിലോട്ടാണ് അതിന് ക്ലോസ് എങ്കിൽ ആ പറഞ്ഞ രണ്ടാമത്തെ ക്ലസ്റ്ററിലോട്ട് തന്നെ മൂവ് ചെയ്യും. സെക്കൻഡ് കേസിൽ പി ഒരു ക്ലസ്റ്ററിലായിരുന്നു, ആ ക്ലസ്റ്ററിലെ മെഡോയിഡ് നമ്മൾ മാറ്റിയപ്പോൾ ആ ന്യൂ മെഡോയിഡുമായിട്ടാണ്, ആ സെയിം ക്ലസ്റ്ററിലെ ന്യൂ മെഡോയിഡുമായിട്ടാണ് അതിൽ ക്ലോസ് എങ്കിൽ ജസ്റ്റ് റീഅസൈൻ ചെയ്യത്തേ ഉള്ളൂ. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് പി ഒ ഐ യു ആയിട്ടായിരുന്നു ക്ലോസ്, ദെൻ വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിലെ മെഡോയിഡ് ഒ ജെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഓ റാൻഡം ആക്കി. അപ്പോൾ ഈ പറഞ്ഞ പി ഒ ജെയുമായിട്ടാണ്, ഈ പറഞ്ഞ പിക്ക് ചേഞ്ച് ഒന്നും ഇല്ല, അതായത് പി ഒ ഐ യു ആയിട്ടായിരുന്നു ക്ലോസ്, വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിലെ മെഡോയിഡ് മാറ്റി, അപ്പോൾ പിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരത്തില്ലെങ്കിൽ നോ ചേഞ്ച്, റീഅസൈനിങ് ഒന്നും ഇല്ല. ഇനി നമ്മളീ പറഞ്ഞ വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിലെ ഒ ജെനെ മാറ്റി ഓ റാൻഡം ആക്കിയപ്പോൾ പി ആ ഓ റാൻഡമായിട്ടാണ് സിമിലർ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും എവിടോട്ട് റീഅസൈൻ ചെയ്യും, ഓ റാൻഡത്തിലോട്ട് റീഅസൈൻ ചെയ്യും. ഓക്കെ, ഇത് അൽഗോരിതംസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിനൊന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് എല്ലാം വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.